പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് എൻ്റെ കോഴികളെയെല്ലാം നഷ്ടപ്പെട്ട് ഇരിക്കുന്ന ഈ സന്ധ്യയിൽ ഞാൻ എൻ്റെ കോഴികൾക്ക് വേണ്ടി ഒരു കവിത ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ ഈ കോഴികൾ എല്ലാം ചത്തുപോയപ്പോൾ ഉണ്ടായ ദുഃഖത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് ഈ കവിത. കവിതയുടെ പേര് പക്ഷിപ്പനി. പക്ഷിപ്പനി വന്നു പക്ഷികൾ ചാകുമ്പോൾ പക്ഷപാതത്തിനു നേരമില്ല. വഞ്ചതിയെങ്കിലും ചെന്നുപെട്ടു ഞാൻ മൺചിരാതിൻ മുൻപിലെന്ന പോലെ. ആരും കാണുവാൻ ഇന്നില്ല ജീവിതം എന്നറിഞ്ഞിട്ടും തുടർന്നു യാത്ര. 9-ാം തീയതി 5 ചത്തു, എങ്കിൽ 10-ാം തീയതി 20 11-ാം തീയതി 30, എങ്കിൽ അത് 12-ാം തീയതി 80. അന്ന് ഞാൻ ഡോക്ടറിൻ ലെറ്ററാൽ തന്നെ ഡ്രൈവ് ചെയ്തെത്തി പക്ഷി ഗവേഷണ കേന്ദ്രം തന്നിൽ എത്തി. വിവരം കൊടുത്തുവെന്നാകിലും കിട്ടിയില്ലെനിക്ക് റിസൾട്ട് അന്ന് തന്നെ. പിന്നെയും വിളിച്ചു തളർന്നു ഞാൻ എത്തി ഡോക്ടർ ആലപ്പുഴയിൽ നിന്ന്. കോഴികൾ ചത്തു മലയ്ക്കുമ്പോൾ നിർനിമേഷയായി ഞാൻ നോക്കി നിന്നു. 17 ബുധൻ തന്നിൽ 5 ചത്തതും 5 ജീവനുള്ളതും പൊക്കി അവർ വീണ്ടും പാഞ്ഞു പക്ഷി ഗവേഷണ കേന്ദ്രം തന്നിൽ. കിട്ടിയില്ല റിസൾട്ട് എന്നതോ മാത്രമല്ല, വിട്ടു അവർ അത് ഭോപ്പാലിലും. വീണ്ടും ഒരാഴ്ച കാത്തിരുന്നു ഞാൻ. കോഴികൾ വീണ്ടും ചത്തു മലയ്ക്കുന്നത് നോക്കി. ചത്തവർ 300 കഴിഞ്ഞൊരു നേരത്ത് എത്തി ഇവിടെ പട പോലെ മെഡിക്കൽ സംഘം. 23-ന് പക്ഷിപ്പനിയാണിതെന്ന് ഡിക്ലെയർ ചെയ്തവർ ഡ്യൂട്ടി തീർത്തു. ലക്ഷണമെന്തെന്നവരും പറഞ്ഞില്ല. ചോദിച്ചു ഞാനിത് ജെമിനിയോട്. വയറിളക്കവും തൂക്കവും ക്ഷീണവും പിടഞ്ഞു ചാകലും ലക്ഷണമിതെന്നവ പറഞ്ഞു. വന്നു ഒരു സംഘം നേതാക്കളും ഹെൽത്ത് സെന്ററിൽ നാളുകൾ തൻ കൂട്ടവും. തന്നു പ്രതിരോധ മരുന്നും ഞങ്ങൾക്കവർ. ഡ്യൂട്ടി തീർത്തെങ്ങോ പോയി മറഞ്ഞു. 26-ാം തീയതി വന്നു കള്ളിങ്ങിന്. ബാക്കിയുള്ളെൻ്റെ 20 താറാവും അലങ്കാര കോഴികളെയും പൊക്കിയവർ പോയി കൊന്നൊടുക്കി. ഇന്നു 30 വന്നു സാനിറ്റേഷൻ ചെയ്യുവാനാളുകൾ കൂട്ടമായി. ഡ്യൂട്ടി ചെയ്ത് അവർ നന്നായി ഡ്യൂട്ടി ചെയ്തു. എന്നിട്ടവർ പോയി. കോഴികൾ കത്തി അമർന്ന ചിതയിൽ ചിന്തിച്ചിരുന്നു ഞാൻ ഭാവികാലം. താങ്ക് യു everyone. Thank you for watching.